ഇപ്പോഴും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ 2011, 2016 കാലയളവിലെ സ്കൂളുകളുടെയും അന്നത്തെ ശോച്യാവസ്ഥയും ഒക്കെ അക്കാലത്ത് മാധ്യമങ്ങൾ ചെയ്തതൊക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ വീണ്ടും വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ എത്രയോ മുന്നേറ്റം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ മുന്നേറ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ മുമ്പ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി തന്നെ ഇതിനെ കണ്ടുകൊണ്ട് ശക്തമായി എതിർത്ത സംസ്ഥാനങ്ങളിൽ തന്നെയായിരുന്നു കേരളം. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുമ്പ് പറഞ്ഞ SSK ഫണ്ട്, അതാണ് അടിസ്ഥാനപരമായ ഫണ്ട്, ആ ഫണ്ടിനെ തന്നെ പിടിച്ചു വെക്കും വിധത്തിലേക്ക് ഇങ്ങനെ ക്ലബ് ചെയ്യുന്നൊരു തന്ത്രപരമായ നീക്കത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് കേരളത്തിന് ഒരു ബദൽ നിലപാട് സ്വീകരിക്കേണ്ടതായി വരുന്നത്. പക്ഷേ അപ്പോഴും നൽകുന്നൊരു ഉറപ്പ് ഏതെങ്കിലും തരത്തിൽ പാഠഭാഗങ്ങളിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ പഠിപ്പിക്കുന്നതിൽ ഒന്നും ഈ പറഞ്ഞ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടരുകൾ കടന്നു വരില്ല. അത് ഉറപ്പ് പറയാൻ കേരളത്തിന് കഴിയും. കാരണം കേരളം അത് നിരന്തരം അത് ചെയ്തതാണ്. അതായത് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് ശേഷം 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ച രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമാണ്. അത് ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷമാണ്. സർക്കാർ തന്നെ അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതിനെ ഏതെങ്കിലും തരത്തിൽ തെറ്റാണെന്ന് പറയാനോ സ്ഥാപിക്കാനോ സമർത്ഥിക്കാനോ പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങൾക്കോ കഴിഞ്ഞിട്ടുമില്ല. ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം പാഠ്യപദ്ധതി പരിഷ്കാരത്തിലൂടെ നടപ്പാക്കി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് ശേഷം 2020 വിദ്യാഭ്യാസ നയത്തിന് ശേഷം അപ്പോഴാണ് ഈ ഗാന്ധി വധമൊക്കെ ഒഴിവാക്കിയപ്പോൾ, NCERT ഒഴിവാക്കിയപ്പോൾ നമ്മളിവിടെ പഠിപ്പിക്കും കുട്ടികളെ എന്ന നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ ഇത് വീണ്ടും പറയേണ്ടി വരുന്നത് കൊണ്ട് വസ്തുത ഇതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം ഒന്ന് കാണാം. അതിനുശേഷം ഞാൻ ശ്രീ ജോർജ് ജോസഫിലേക്ക് വരാം. UDF ഒരിക്കലും ഈ ഒരു പാഠ്യപദ്ധതി നടപ്പിലാക്കില്ല. അത് വളരെ ക്ലിയറാണ്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും ആ രീതിയിൽ ഒപ്പിട്ടിട്ടില്ല. ഇപ്പോൾ ഒരു നേരെ പോയി ഒപ്പിട്ടിട്ടില്ല. അവരൊക്കെ ഇതിനെതിരായി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന പല ഘട്ടങ്ങളിലാണുള്ളത്. എങ്ങനെയുണ്ട് ശ്രീ ജോർജ് ജോസഫ്? അദ്ദേഹം പറഞ്ഞത് പാഠ്യപദ്ധതി UDF നടപ്പാക്കില്ല. ഈ കേരളത്തിലെ LDF സർക്കാർ അത് നടപ്പാക്കില്ല എന്ന് പറയുക മാത്രമല്ല, നടപ്പാക്കില്ല എന്ന് തെളിയിച്ച് കാട്ടിക്കൊടുത്താണ്. നമ്മൾ നിരന്തരം ഇപ്പോൾ പറഞ്ഞു വന്നത് അതാണ്. അപ്പോൾ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള UDF ഉറപ്പിന് ഒരു പ്രസക്തിയുമില്ല. കാരണം LDF സർക്കാർ അത് ചെയ്ത് കഴിഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കർണാടക ഒരു സാമ്പിളായിട്ട് എടുത്താൽ ശ്രീ ജോർജ് ജോസഫ് ഒന്ന് നോക്കൂ. അദ്ദേഹം പറഞ്ഞത് എന്താണ്ട് ഈ പറഞ്ഞ വിധത്തിലൊന്നും കർണാടക സർക്കാർ ചെയ്തു. എന്ന് പറഞ്ഞാൽ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്, സിദ്ധാരാമയ്യയാണ്. ശരിയാണ്, PM ശ്രീ പദ്ധതി വരുന്ന സമയത്ത് അവിടെ ഭരിക്കുന്നത് BJP ആണ്. പക്ഷേ അതിനുശേഷം സിദ്ധാരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല, അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. വേണ്ട എന്ന് വെച്ചില്ല. രണ്ടാമത്തെ ഉദാഹരണം തെലങ്കാന എടുക്കാം. തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവു ഒപ്പിട്ടില്ല. കേരളത്തെ പോലെ തന്നെ 2022 മുതൽ എതിർപ്പുമായി നിന്നു. രേവന്ത് റെഡ്ഡി എന്ന കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ ചെയ്തത് എന്താണ്? നിശ്ചയമായി അവർ ഒപ്പിട്ടു. പക്ഷേ ശ്രദ്ധേയമായ കാര്യം, നമ്മളിന്നിപ്പോൾ പറയുന്ന വിധത്തിൽ ഈ സമഗ്ര ശിക്ഷ കേരള പോലെയുള്ള ഓരോ സംസ്ഥാനത്തിൻ്റെയും വിദ്യാഭ്യാസ ഫണ്ട് പിടിച്ചു വെക്കുന്ന ക്ലോസ് വരുന്നതിന് മുമ്പ് തന്നെ തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി കോൺഗ്രസ് സർക്കാർ ഒപ്പുവെച്ചു. അതിൻ്റെ രണ്ടാം ഘട്ടത്തെയും കടന്നു. അതിനെ ഏറ്റവും അധികം ശ്ലാഘിച്ച് അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറെ പോലെ തെലങ്കാനയിൽ പ്രവർത്തിച്ച കോൺഗ്രസ് നേതാവാണ് അവിടുത്തെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. ഇതുകൊണ്ടും തീരുന്നില്ല. രാജസ്ഥാൻ സർക്കാർ മുമ്പ് പറഞ്ഞതുപോലെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞു, KC വേണുഗോപാൽ രാജസ്ഥാനിലെ MP രാജ്യസഭാംഗമായി ഇരിക്കെയാണ് ഗെലോട്ട് സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. KC വേണുഗോപാൽ കേരളത്തിൽ പറയുന്നത് CPIM BJP ഡീൽ എന്ന മട്ടിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു ചരിത്രം കൂടിയുണ്ടല്ലോ. ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ പുറകോട്ട് പോകാൻ കഴിയില്ല എന്ന തരത്തിൽ പറയാൻ കഴിയുമോ? അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ട്. പഞ്ചാബ് സർക്കാർ 2022 തന്നെ ഒപ്പുവെച്ചു. ശ്രീ ജോർജ് ജോസഫിന് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ 2023 ജൂലൈയിൽ പിൻവാങ്ങി. വേണ്ട എന്ന് തീരുമാനിച്ചു പഞ്ചാബ് സർക്കാർ. പക്ഷേ അവരും പിന്നീട് ജോയിൻ ചെയ്തു. എന്തുകൊണ്ടാണ്? അവരുടെയും ഈ പറഞ്ഞ സമഗ്ര SSA ഫണ്ട് കട്ട് ചെയ്തതോടെ നിവൃത്തിയില്ലാതെ പഞ്ചാബ് റീജോയിൻ ചെയ്തു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന ഒരു കെണി. അതാണ് കേന്ദ്ര സർക്കാർ ഇതിൽ വിരിച്ചിരിക്കുന്നൊരു വല. ഇതാണ് ശ്രീ ജോർജ് ജോസഫ്. ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിനകത്ത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യം വരുമ്പോൾ അതൊരു തമാശയായിട്ട് നമുക്ക് തോന്നും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടക സർക്കാർ ഒപ്പിട്ടത് ആ രീതിയിൽ ഒപ്പിട്ടിട്ടില്ലെന്ന്. ഏത് രീതിയിലാണ്? അതായത് ഈ പദ്ധതി അംഗീകരിക്കുന്നു, ഇത് ഞങ്ങൾ ഇതിനകത്ത് അതിന് വേറൊരു രീതിയൊന്നുമില്ല. ഓരോ സംസ്ഥാനത്തിനും ഒരു കണ്ടീഷനോ പ്രത്യേകിച്ച് അങ്ങനെ ആ രീതിയിൽ ഒപ്പുവെച്ചിട്ടില്ല. എന്താണ് പറഞ്ഞത്? തമാശയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊന്ന്, ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എടുക്കുമ്പോൾ 2 സംസ്ഥാനങ്ങളാണ് ഇപ്പോഴും ഇതിൽ ഒപ്പിടാതിരിക്കുന്നത്. നമുക്കറിയാം, തമിഴ്നാടും പശ്ചിമ ബംഗാളും. ഈ 2 സംസ്ഥാനങ്ങളും സുപ്രീം കോടതിയിൽ ഇതിനെതിരെ കേസിനും പോയിരിക്കുകയാണ്.
തമിഴ്നാട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവരെ സംബന്ധിച്ച് ഇന്ത്യയിലെ 5 റിച്ച് സ്റ്റേറ്റുകൾ, ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ പെടുന്നതാണ് തമിഴ്നാട് സർക്കാർ. അതുപോലെ പക്ഷേ അവർക്ക് പണം ആവശ്യമില്ലെന്നുള്ളതല്ല, പക്ഷേ അവർ അതിനെതിരെ അവർ കേസിന് പോയിരിക്കുകയാണ്. ശരത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഈ സർവശിക്ഷ അഭിയാൻ്റെ ഫണ്ട് തടസ്സപ്പെടുത്തുന്നു, അത് തരാതിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നിർണായകമായി വരുന്നത്. അപ്പോൾ കേവലം ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവായി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഫണ്ടുകളും തരില്ല എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് ഒരു സംസ്ഥാനം സമ്മർദ്ദത്തിലേക്ക് ആവുന്നത്. ആ സമ്മർദ്ദത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു ധനകാര്യ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഏറെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി ഗുണം ചെയ്യുന്നത് ആർക്കാണെന്ന് നമ്മൾ ആലോചിക്കണം. അത് ഇതിൻ്റെ ഈ ഒരു ബ്ലോക്കിലെ 2 സ്കൂളുകൾ തിരഞ്ഞെടുത്ത് അത് വികസിപ്പിക്കുമ്പോൾ അവിടെ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കൊണ്ടുവരിക, അതുപോലെ പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കൊണ്ടുവരിക. ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞൊരു കാര്യം എന്താ, അദ്ദേഹം പറഞ്ഞു ഈ പണം നമ്മുടെ തന്നെ പണമാണ്, നമ്മൾ നികുതി കൊടുക്കുന്നതാണ്, മോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല എന്ന് പോലും അദ്ദേഹം പറഞ്ഞു. അതാണ് സത്യം. കാരണം തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ ഇതിനെ ഞാൻ വിചാരിക്കുന്നത്, ശ്രീ ജോർജ് ജോസഫ്, ഞാൻ വിചാരിക്കുന്നത്, ശ്രീ ജയചന്ദ്രൻ താങ്കളോട് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ സെൻസിബിളായി ഇതിനെ ഈ വിവാദത്തിനപ്പുറം വേർതിരിച്ചെടുക്കാൻ കഴിയും. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അപകടകരമായ ഉള്ളടക്കത്തെ കേരളം കൃത്യമായി പ്രതിരോധിക്കുമ്പോഴും ചെറുത്തു നിർത്തുമ്പോഴും സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഈ ഫണ്ട് ഉപയോഗിക്കുന്നു. SSA ഫണ്ട് പൂർണ്ണമായും കട്ട് ചെയ്യുന്ന അപകടകരമായ അവസ്ഥ ഒഴിവാക്കുക എന്ന് പറയുന്ന പ്രാധാന്യം കേരളത്തെ സംബന്ധിച്ചുണ്ട്. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി ആ ഫണ്ട് ഉറപ്പിച്ചു നിർത്തും. കേരളത്തിൻ്റെ അവകാശമാണത്, ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി. പക്ഷേ പാഠ്യപദ്ധതിയുടെ ഉള്ളടക്കത്തെ തൊടാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഉറപ്പ് ജനങ്ങൾക്ക് വളരെ സെൻസിബിളായി വിലയിരുത്താൻ കഴിയും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.